കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ കൃപാഭിഷേകത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ വലിയ ദൈവിക കൃപകൾ സഭയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയാം. ഈ സമയത്ത് ഹൃദയം തുറന്ന് വചനം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വലിയൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ഇത് വായിക്കുകയാണ്. എൻ്റെ പേര് സിന്ധു ജെയിംസ്. ഈശോ എന്നെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന സംഭവം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ദിവസം ഡ്യൂട്ടിക്കിടയിൽ വളരെ പെട്ടെന്ന് ഞാൻ ബോധം മറഞ്ഞ് താഴെ വീണു. എൻ്റെ തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടിയതായിരുന്നു കാരണം. പൂർണ്ണ അബോധാവസ്ഥയിലായിരുന്നു എന്നെ അവിടെയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കോമാ സ്റ്റേജിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. എനിക്ക് മരണം നിശ്ചയമായി സംഭവിക്കാവുന്ന അവസ്ഥയായിരുന്നു അത്. തലച്ചോറിൽ ഓപ്പറേഷൻ നടത്തി എന്നെ വെന്റിലേറ്ററിൽ കിടത്തി. ചലനശേഷിയും ഓർമ്മയും നഷ്ടപ്പെട്ടു. പൂർണ്ണമായും കോമാ സ്റ്റേജിൽ 10 ദിവസത്തോളം ഞാൻ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. മരണത്തോടടുത്തിരുന്ന എനിക്ക് വേണ്ടി സമയങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ നടത്തിയ ശുശ്രൂഷകൾ യൂട്യൂബിലെടുത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണ അബോധാവസ്ഥയിലായിരുന്നു എനിക്ക് സംഭവിച്ചതെല്ലാം അവരാണ് പിന്നീട് എനിക്ക് വിവരിച്ചു തന്നത്. കോമാ സ്റ്റേജിൽ വെന്റിലേറ്ററിലായിരുന്ന ഞാൻ 10-ാം ദിവസം അല്പം ബോധം തെളിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വീണ്ടും എൻ്റെ ബോധം മറഞ്ഞുപോയി. ഈ സമയത്ത് വലിയൊരു അത്ഭുതം നടക്കുകയായിരുന്നു. അന്ന് ആദ്യ ശനിയാഴ്ചയായിരുന്നു. ഞാൻ അങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് മരിയൻ ധ്യാന കേന്ദ്രത്തിൽ കൃപാഭിഷേകം കൺവെൻഷനിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അച്ഛൻ സന്ദേശമായി വിളിച്ചു പറഞ്ഞു, വിദേശത്ത് തലച്ചോറിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മകളെ ഈശോ തൻ്റെ തിരുരക്തം ഒഴുക്കി കഴുകി സുഖപ്പെടുത്തുന്നു. ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തുന്ന സമയമായിരുന്നു അത്. അന്ന് വൈകുന്നേരം തന്നെ എന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റി. അതിൻ്റെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ മരണത്തോടടുത്തിരുന്ന എനിക്ക് സംഭവിച്ച സൗഖ്യം കണ്ടപ്പോൾ ആ ദേശത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇതൊരു വലിയൊരു അത്ഭുതമാണെന്നാണ് വിശേഷിപ്പിച്ചത്. എനിക്കൊരു പുതിയൊരു ജീവിതം തിരികെ തന്ന ഈശോയ്ക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ പോരാ. അവിടത്തേക്ക് എല്ലായിടത്തും എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവോടെ നാമം മഹത്വപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആലയം. ദിവ്യകാരുണ്യ ആരാധന പ്രത്യേകിച്ച് ആദ്യ ശനിയാഴ്ച നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ദൈവജനത്തിന് കർത്താവിൻ്റെ കരുണയും കൃപയും സൗഖ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വമാണ്, ശക്തിയാണ്. അതുവഴി വിളംബരം ചെയ്യുന്നു. നമുക്ക് നന്ദി പറയാം. ഈ പ്രാർത്ഥന ഇത് കേട്ടുകൊണ്ട് നമുക്ക് വലിയൊരു വചനത്തിലേക്ക് നമുക്ക് വരാൻ കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് മുറിവുകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം. പലതരത്തിലുള്ള മുറിവുകളും രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണാം. അത് എടുത്തു മാറ്റാൻ ശക്തിയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു മാത്രം. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ മറ്റു പലരുടെയും അടുക്കൽ നമ്മൾ ചെല്ലും. അത് ശാരീരിക രോഗങ്ങളോ മാനസിക മറ്റു പക്ഷേ അവർക്കൊന്നും നമ്മൾ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കുക ചിലപ്പോഴൊക്കെ സാധിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ലൂക്ക 1:37 ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാത്രമല്ല നമ്മുടെ ദൈവം സുഖപ്പെടുത്തുന്ന ദൈവമാണ്, സൗഖ്യം നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. 1 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ. അതുകൊണ്ട് ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവിൻ്റെ തിരുമുറിവിലൂടെ ഒഴുകുന്ന സൗഖ്യശക്തി നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങുക. അങ്ങനെയാണ് ഹീലിങ്സ്, വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികളൊക്കെ നമ്മൾ സംഭവിക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ തിരുമുറിവിൻ്റെ ഒരു ശക്തി, ആ തിരുമുറിവിലൂടെ വരുന്ന കൃപയാണ് നമ്മളെ സൗഖ്യപ്പെടുന്ന നമ്മളുടെ ബന്ധനങ്ങൾ, കെട്ടുകൾ, അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ ഒക്കെ എടുത്തു മാറ്റുന്നത് ആ കർത്താവിൻ്റെ തിരുമുറിവിൻ്റെ ശക്തിയാലാണ്. നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോഴും അത് സൂക്ഷിക്കണം. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-4 വചനം, 3-4-5 വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വരുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് ശക്തി വരുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ശക്തി ഒഴുകുകയാണ്. അതാണ് കർത്താവിൻ്റെ തിരുമുറിവിലെ തിരുമുറിപ്പാടിൽ നിന്ന് നമ്മിലേക്ക് ശക്തി ഒഴുകണം. പൈശാചിക ബന്ധനങ്ങൾ, രോഗങ്ങൾ, പാപങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ ഒക്കെ നമ്മെ വിട്ടുപോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ തുറന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈശോ സൗഖ്യം നൽകുന്ന ദൈവമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ കർത്താവിൻ്റെ തിരുമുറിവിൻ്റെ മുമ്പിലേക്കാണ്. ആ തിരുമുറിവിലേക്ക് നമ്മുടെ കരങ്ങൾ ചേർത്ത് വെക്കണം, മനസ്സ് ചേർത്ത് വെക്കണം. പ്രത്യേകിച്ച് ഇവിടെ ആരാധന നടക്കുന്ന സമയങ്ങളിൽ, അതുപോലെ പരിശുദ്ധ കുർബാനയുടെ സമയങ്ങളിൽ, പരിശുദ്ധ കുർബാനയൊക്കെ നമുക്കറിയാം കർത്താവിൻ്റെ കുരിശു മരണത്തെ അതേപടി സഭ അനുസ്മരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ മുറിവുകളെ അവിടെ ചേർത്ത് വെക്കുമ്പോൾ അവിടേക്കൊരു ശക്തി, കൃപയൊഴുകും നമുക്ക് കാണാൻ. അവൻ്റെ കരങ്ങളിൽ നിന്ന് ശക്തി ഒഴുകപ്പെട്ട് നാം പൂർണ്ണ സൗഖ്യം പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ നമുക്ക് ദൈവകരങ്ങളിൽ ചേർത്ത് വെക്കാനും സൗഖ്യത്തിനായിട്ട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്കിടയാകണം. വീണ്ടും വചനമുണ്ട്, ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 20. ഈശോ പറയുന്നുണ്ട്, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവകരം, ഈശോയുടെ കൂടെയുള്ള ദൈവകരമാണ്. ഈശോ ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ് അവൻ. മത്തായി 16:16 ഈശോ പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ ദൈവപുത്രനാണ്, ക്രിസ്തുവാണ്, രക്ഷിക്കാൻ വന്നവനാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അവൻ. അപ്പോൾ അവൻ്റെ കരങ്ങളിലൂടെ സൗഖ്യമൊഴുകുക, അവൻ്റെ മുറിവിലൂടെ സൗഖ്യമൊഴുകുക. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ബന്ധനങ്ങൾ അടിഞ്ഞു, പൈശാചിക പീഡകൾ ഒക്കെ വിട്ടു. അപ്പോൾ ഈശോയുടെ ആ തിരുമുറിവിലൂടെ ഒഴുകുന്ന കൃപയാണത്. അതാണ് തിരുമുറിവിൻ്റെ പ്രത്യേകത. ഈശോയുടെ തിരുമുറിവിനെ ധ്യാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആ മുറിവിലൂടെയാണ് നമുക്ക് ഹീലിംഗ്, വിടുതൽ, സമാധാനമൊക്കെ ലഭിക്കുന്നത്. യോഹന്നാൻ 19:34 വചനം നമുക്ക് കണപ്പടം അറിയാം. തിരുവിലാവിൽ ഈശോയുടെ തിരുവിലാവിലേക്ക് പടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ ഉടനെ അവിടെ ചോരയും വെള്ളവും ഒഴുകുന്നു. ആ ചോരയും വെള്ളവും വന്ന് വീഴുന്നത് ഒറ്റക്കണ്ണനായ അന്ധൻ്റെ കണ്ണിലേക്ക് വീഴുമ്പോൾ ആ സമയത്ത് ആ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ ഈശോയുടെ തിരുമുറിവിൽ നിന്നൊരു കൃപയാണ്. അവൻ്റെ തിരുമുറി, ഈശോയുടെ അവൻ്റെ പീഡനം, അവൻ്റെ സഹനങ്ങളിലൂടെ നമ്മൾ രക്ഷ വരുന്നു. അവൻ്റെ മുറിവിനാൽ നാം സുഖം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ നമ്മൾ സൗഖ്യം. അപ്പോൾ ആ മുറിവിൻ്റെ ശക്തി, ആ മുറിവിലൂടെ ഒഴുകുന്ന കൃപ, അത് നമ്മൾ അന്ന് ഈശോ അന്ത്യത്താഴ് വിളിച്ചു അപ്പം മുറിച്ച് കളയുമ്പോൾ ആ മുറിവിലൂടെയാണ്, ഈശോയുടെ കാൽവരി കുരിശ് മരണത്തിലൂടെയാണ് നമ്മൾക്ക് സൗഖ്യം, വിടുതൽ കിട്ടും. ഈ സൗഖ്യം, ഈ മുറിവെന്ന് വെച്ചാൽ ഈ രോഗം അല്ലെങ്കിൽ മുറിവെന്ന് പറയുമ്പോൾ അത് വെറും ശാരീരികമായതല്ല. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവ് അവൻ്റെ ആന്തരിക മുറിവാണ്. അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വചനം വായിക്കുമ്പോൾ ആദി മാതാപിതാക്കന്മാർ അവർ പാപം ചെയ്ത ശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു സംഭവമുണ്ട്. പക്ഷെ മുറിവേറ്റു പോവുകയാണ് അവർ. പാപത്തിലൂടെ ഉണ്ടാകുന്നൊരു മുറിവുണ്ട്. ആ മുറിവിൻ്റെ ഫലമാണ് അവൻ ദൈവത്തിൽ നിന്ന്, അവൻ്റെ മുറിവ് കാരണമാണ് അവൻ ദൈവത്തെ കാണുമ്പോൾ ഓടി മാറിപ്പോകുന്നതിന് കാരണം. എന്താണ്? ഉൽപ്പത്തി 3:8 മുതൽ വചനം, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണ് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ശരിക്കും ഇവിടെ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ മനുഷ്യനിൽ മുറിവേറ്റു.
അന്ന് ദൈവകൽപ്പന ലംഘിക്കുമ്പോഴെല്ലാം നമുക്കൊരു മുറിവുണ്ടാകും. അത് വലിയ അപകടം പിടിച്ചിരും. അതിൻ്റെ പരിണിത ഫലമോ അതുമൂലം നമ്മൾ തകർന്നു പോകും, നമ്മുടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും തന്നെ തകർന്നു പോകും. അപ്പോൾ അവിടെ ആദ്യം ദൈവത്തെ നകുന്നു, ആ മുറിവാണ് അവനെ ദൈവത്തെ നകുന്നത്. ചില മുറിവുകൾ, ചില പാപത്തിൻ്റെ മുറിവുകൾ, അത് പാപമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മുറിവുണ്ടാവും, നമുക്ക് വേദന, നമുക്ക് വിഷമം ഉണ്ടാവും, ഒരു അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അവൻ ദൈവത്തെ നകന്നു പോകുന്നു. ആന്തരിക മുറിവ് അവനിക്ക് വരികയാണ്. ആന്തരിക മുറിവിന് അടുത്ത ഘട്ടമാണ് അവന് ഭയം. മനസ്സിന് മുറിവേൽക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഭയം, ചില ഷോക്കുകൾ ഉണ്ടായിരിക്കും. പിന്നീട് അത്തരം ആളുകൾക്ക് പിന്നീട് ഒരുപാട് ഭയം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 21 അധ്യായത്തിൻ്റെ 3 വചനമുണ്ട്. നിയമലംഘനം ഇരുവായി തലവാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഉണ്ടോ? നിയമലംഘനം ഇരുവായി തലവാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല എന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ തിന്മ ചെയ്യുമ്പോൾ അവിടെ ഒരു മുറിവുണ്ടാകുന്നുണ്ട്. ആ മുറിവ് സാധാരണ രീതിയിൽ അത് ഉണങ്ങത്തില്ലത്. അതാര് നോക്കിയാലും ഉണങ്ങാൻ പറ്റത്തില്ല. നമുക്കറിയാം ലൂക്കാസ് സുവിശേഷത്തിൽ 7 അധ്യായത്തിൽ, ലൂക്കാസ് സുവിശേഷം 7 അധ്യായത്തിൻ്റെ 36 മുതൽ 42 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈശോയുടെ അടുക്കിലേക്ക് പാപിനി വരുന്നൊരു സംഭവമുണ്ട്. പാപിനി അവൾ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി കർത്താവിൻ്റെ പാദം കഴുകുന്നു. തലമുടി കൊണ്ട് അവൾ പാദം തുടങ്ങി. അത് കരയാനുള്ള കാരണം എന്താ? അവൾ ചെയ്ത പാപം മൂലമുള്ള ഒരു മുറിവാണ്. നമുക്കറിയാം, നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോൾ, ചില കുട്ടികളൊക്കെ കൈയൊക്കെ മുറിയുമ്പോൾ കരയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പാപം ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ കരച്ചിലുണ്ട്, ഒരു കരയുന്നതാണ്. നമ്മൾ കണ്ട് ഒരുപാട് അനുതാപത്തിൻ്റെ കണ്ണുനീര് എന്ന് പറയും പോലും അവിടെ മുറിവുണ്ടാകുന്നു, വലിയൊരു മുറിവുണ്ട്. മുറിവിലൂടെയാണ് ഈ കണ്ണുനീര് വരുന്നത്. അത് ദൈവത്തെ ദ്രോഹിച്ചതിനെ, മറ്റൊരു സ്വയം ദ്രോഹിച്ചതിനെ, അത് ചെയ്തു പോയതിനോട്ടുള്ള ഒരു കുറ്റബോധവും പശ്ചാത്താപവും കൊണ്ടുണ്ടാകുന്നൊരു അവിടെ ഒരു മുറിവുണ്ടാകുന്നുണ്ട്. ചിലരുണ്ട് എല്ലാം കരച്ചിലാണ്. അപ്പോൾ ഈ ആന്തരികം അതാണ് മനസ്സിൻ്റെ മുറിവ്. പാപം മൂലം മാത്രമല്ല, ചിലപ്പോൾ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചില തിക്താനോ, തിരസ്കരണം, മാതാപിതാക്കൾ തിരസ്കരിച്ചു, അല്ലെ വഞ്ചിച്ചു, ജീവിത പങ്കാളി തിരസ്കരിച്ചു, വഞ്ചിച്ചു, കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്നേഹം കൊടുത്തു, നമ്മൾ ഒരുപാട് ആർക്കോ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ അവർ നമ്മളെ മനസ്സിലാക്കിയില്ല, നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മുറിവുണ്ട്, മനസ്സിനേക്കുന്നൊരു മുറിവ്. നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച പോലെ പ്രതികരണം കിട്ടാതെ വരുമ്പോൾ മുറിവേൽക്കുന്നു. ചിലപ്പോൾ കടം കൊടുത്തിട്ട് കടം തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മുറിവുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മുറിവുകൾ, ആന്തരിക മുറിവുകൾ നമ്മൾ വരും. ആ മുറിവെന്ന് വെച്ചാൽ വളരെ ആഴമുള്ള ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും തന്നെ പലതരത്തിലുള്ള തിക്താനുഭവങ്ങളുടെ ആന്തരിക മുറിവുകൾ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പം അത് വരുമ്പോൾ നമ്മൾ ആ മുറിവ് ഉണങ്ങാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രശ്നക്കാരാണ്. ചിലപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, ചിലപ്പോൾ കോപമായിരിക്കും, ചിലപ്പോൾ കരച്ചിലായിരിക്കും. അതൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുവേ. അപ്പോൾ ഈ ആന്തരിക മുറിവ് ഉണങ്ങണം. ഈ മുറിവ് ഉണക്കാൻ ലോകത്തുള്ള ആർക്കും പറ്റില്ല. ആശ്വസിപ്പിക്കും, കുറച്ച് നേരത്തൊക്കെ സാരമില്ല, ദൈവം നിന്നെ നോക്കിക്കൊള്ളും, നീ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ സാരം ലോകമല്ലേ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സാഹചര്യം വീണ്ടും ഈ മുറിവ് തുറന്ന് വീണ്ടും ചില വലിയ പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഏത് പാപത്തിൻ്റെ സുഖം അനുഭവിക്കാൻ പോയാലും അതെല്ലാം ഒരു മുറിവുണ്ട്. കണ്ട്, നിയമലംഘനം ഇരുവായി തലവാൾ പോലാണ്, അതുണ്ടാക്കുന്ന മുറിവ് അത് വലിയ സംഭവമാണ്. ആ മുറിവ് ഉണക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നേ ഉള്ളൂ, ഈശോയ്ക്ക്. ഇവിടെ പാപിനി തൻ്റെ പാപം മൂലമുണ്ടായ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കാൻ വേണ്ടി അവൾ കണ്ടുമുട്ടി, ആ സത്യം കണ്ടുമുട്ടി ഈശോയുടെ അടുക്കിലേക്ക് പോകുക. ഈശോയെ കണ്ടുമുട്ടി. യോഹന്നാൻ 17 ഈശോ പറയും, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അത് വചനമായ ഈശോ സത്യം. അവനാണ് മുറിവുണക്കുന്നത്, മനുഷ്യൻ്റെ മുറിവുകൾ അത് ഉണക്കുന്ന, അത് കരിക്കുന്ന, അത് എന്നേക്കുമായിട്ട് മാറ്റുന്ന, തൂത്തുകളയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ ഈ മുറിവുണങ്ങാൻ വേണ്ടി പോകേണ്ടത്. വേറെ ഒരിടത്തേക്കും പോകരുത്. പലപ്പോഴും വേദനയും പ്രശ്നവും വരുമ്പോൾ മുറിവുണ്ടാകുമ്പോൾ നമ്മൾ ചില ആളുകളെടുത്ത് ആശ്രയിക്കും. അവർ ചിലപ്പോൾ നമ്മുടെ ആ മുറിവിൻ്റെ ആഴം അല്പം കൂടെ വർദ്ധിപ്പിക്കുന്നത് കാണാൻ പറ്റും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 30 അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചനം, 15 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. കർത്താവ് അരുളിച്ചെയ്തു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്,
നിൻ്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുളി ചെയ്യുന്നു, എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ശിക്ഷിച്ചു. മുഖം വയ്ക്കാത്ത കാളക്കുട്ടി എന്നപോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണ നൽകി. എന്നെ തിരികെ കൊണ്ടുവരണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴി തെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു. ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. യൗവനത്തിലെ അവമാന ഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴികൾ നന്നായി മനസ്സിൽ ഉറപ്പിക്കുക. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, നിൻ്റെ ഈ നഗരത്തിലേക്ക് ഓടിയെത്തുക. അവിശ്വസ്തിയായ മകളെ, നീ എത്ര നാൾ അലഞ്ഞു തിരിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുറിവുള്ളവരായി അലഞ്ഞു തിരിയുന്നു. ജീവിതത്തിൽ മുറിവേറ്റ മനുഷ്യൻ ലോകം മുഴുവൻ തന്നെ പലതരത്തിൽ. ശരിക്കും ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഒരു മുറിവേറ്റുക. അപ്പോൾ ഈ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ആ മുറിവ് എടുക്കാത്തത്. ഈശോയുടെ തിരുമുറിവിൻ്റെ അർത്ഥത, മുറിവേറ്റ മനുഷ്യന് വേണ്ടി കർത്താവ് മുറിവേക്കുന്നു. ആ മുറിവേറ്റ് അവനെ സുഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഈശോ നീതിമാനായ ദൈവം, ഒരു തെറ്റും ചെയ്യാത്തവൻ, ദൈവപുത്രനായവൻ, സത്യം തന്നെയായവൻ, ആരും ദ്രോഹിക്കുന്നൊന്നും ചെയ്തില്ല. ഈശോ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. പക്ഷേ ഈശോയ്ക്ക് നേരെ മുറിവേൽക്കുന്നുണ്ട് ആ ശരീരത്തിലേക്ക്. പക്ഷേ ഈശോയുടെ മനസ്സ് മുറിവേക്കുന്നുണ്ട്. കാരണം മനസ്സിന് മുറിവേക്കാത്തതിൻ്റെ കാരണം മനസ്സ് പാപമില്ല. ഈശോ പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്തിട്ട് ഒരിക്കലും മനസ്സ് മുറിവേക്കുന്നില്ല. രണ്ട്, പിതാവായ ദൈവമായിട്ട് നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് ഈശോയുടെ മനസ്സിനൊരിക്കലും മുറിവേൽക്കുന്നില്ല. പക്ഷേ ഈശോയുടെ ശരീരം മുഴുവനും കീറിമുറിക്കപ്പെടുന്നു. ഈശോ നിലവിളിക്കുന്നുണ്ട്. ഈശോയുടെ ആത്മാവിന് മുറിവേൽക്കുന്നില്ല, പക്ഷേ ശരീരത്തിന് മുറിവേൽക്കുന്നൊരവസ്ഥയുണ്ട്. നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് ലോകത്ത് ചിലപ്പോൾ പറയാറുണ്ട്, ജഡിക പാപം വളരുന്നു. അതിൻ്റെ കാരണം എന്താ? ഒരുപാട് മുറിവേറ്റൊരു സമൂഹമാണ്. മുറിവ് കൂടുന്തോറും അവൻ വഴിതെറ്റിപ്പോവാണ്. അവൻ്റെ കാഴ്ചപ്പാടും ബോധവും എല്ലാം തെറ്റിപ്പോവാണ്. അങ്ങനെ ബന്ധനത്തിലേക്ക് പോവുക. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സമയത്ത് നമുക്ക് വേണ്ടത്, നമുക്ക് ഈശോ സ്നേഹം തന്നെയായ ദൈവം. യോഹന്നാൻ 3:16 പറയും, അവനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ കണ്ടെത്തേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം, കുരിശിൽ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം സ്നേഹിച്ചു. അത്രമാത്രം ദൈവം സ്നേഹിച്ചു നമ്മെ. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവത്തിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക്, തിരുമുറിവിലേക്ക് നോക്കിയിരിക്കുക. ആ സ്നേഹത്തിലേക്ക്, അവിടുന്ന് ഒഴുകുന്ന സ്നേഹം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു സ്നേഹം, ദിവ്യമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം. ആ സ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മുടെ മുറിവ് ഉണങ്ങും, നമ്മുടെ ബന്ധനടിയും പൈശാചിക പീഡകളും അസ്വസ്ഥതകളും ഒക്കെ നമ്മെ വിട്ടുപോയിക്കോളും. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സമയത്ത് നമ്മെ തന്നെ മുഴുവനായിട്ട് ഈശോ കൊടുക്കാം. തുറന്നുള്ള ഈ ആരാധന സമയത്ത് ആ പരിശുദ്ധ കുർബാനയിലേക്ക് ഈശോ ഇരിക്കുന്നതാണ്. ഈശോയുടെ ജീവിക്കുന്ന സ്ഥാനത്ത് ഈശോ മിശിഹ സത്യമായിട്ട് എഴുന്നള്ളിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് നീ ഉറ്റുനോക്കിയിരിക്കണം. പടയാളി കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് നോക്കി എന്നിട്ട് നീ കരയണം, നീ പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോ ഞാൻ മുറിവേറ്റവനാണ്, എൻ്റെ ഈശോ ഞാൻ മുറിവേറ്റവളാണ്, ഒരുപാട് മുറിവേറ്റതാണ്. ആ മുറിവ് നീ ഉണക്കണം. എനിക്കൊന്ന് കുറച്ച് നാളെങ്കിൽ എനിക്ക് ഒന്ന് സന്തോഷിക്കണം, ചിരിക്കണം, എനിക്കൊന്ന് ആനന്ദിക്കണം, ആഹ്ലാദം ഉണ്ടാകണം, എനിക്ക് മനസ്സിന് സമാധാനം തരണം. പക്ഷേ നിനക്കത് പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു കൊടുക്കാൻ നമുക്കിടയാകട്ടെ. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ, അവൻ്റെ മുറിവിനാൽ നാം സുഖമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നാം സുഖപ്പെട്ടു, അവൻ്റെ അടിപ്പിണരാൽ നാം സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഭക്തിപൂർവ്വം കാര്യങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം, അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം, അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം,
ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം? ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി? നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി? നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യതീർത്ഥവുമാ? നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യതീർത്ഥവുമാ? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം? ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം? ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ശക്തമായ ആരാധന സ്തുതിക്കുന്നു. Hallelujah, 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 hallelujah. യേശുവേ ആരാധന, ആരാധന, ആരാധന. Hallelujah, ആരാധന, ആരാധന, ആരാധന. Hallelujah.